നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുക്രൈൻ യാത്രാ വിമാനം അബദ്ധത്തിൽ വെടിവെച്ചിട്ടതിനെ തുടർന്ന് ഇറാനിൽ ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പ്രസിഡന്റിന്റെ പുതിയ ആഹ്വാനം വന്നിരിക്കുന്നത്. വിമാനം വെടിവെച്ചിട്ടവരെ ശിക്ഷിക്കണമെന്നും പരമോന്നത നേതാവ് അയത്തൊള്ള അലി ഖമേനിയും പ്രസിഡന്റ് ഹസൻ റുഹാനി അടക്കമുള്ള ഭരണാധികാരികളും രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് 4 ദിവസമായി ടെഹ്റാനിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ടെഹ്റാനിൽ നിന്ന് 176 പേരുമായി കീവിലേക്ക് പോയ യുക്രൈൻ യാത്രാ വിമാനം തകർന്നു വീണത്. ഖാസിം സുലൈമാനി വധത്തിനെതിരെ ഇറാൻ ഇറാഖിലെ US സൈനിക താവളത്തിൽ മിസൈൽ ആക്രമണം നടത്തിയ അന്നു തന്നെയായിരുന്നു സംഭവം നടന്നിരിക്കുന്നതും. സാങ്കേതിക തകരാറാണ് വിമാനം തകരാൻ കാരണമെന്ന് ആദ്യം പറഞ്ഞ ഇറാൻ കഴിഞ്ഞ ദിവസമാണ് റവല്യൂഷണറി ഗാർഡ് ഉദ്യോഗസ്ഥർ US-ന്റെ ക്രൂസ് മിസൈലാണെന്ന് തെറ്റിദ്ധരിച്ച് അബദ്ധത്തിൽ വെടിവെച്ചിടുകയായിരുന്നെന്ന് സമ്മതിച്ചത്. ഇതേ തുടർന്നാണ് ജനം ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞത്. ഫെബ്രുവരി 21-ന് ഇറാനിൽ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ജനങ്ങളാണ് ഞങ്ങളുടെ യജമാനന്മാർ, ഞങ്ങൾ സേവകർ മാത്രമാണ്. മന്ത്രിസഭാ യോഗത്തിന് ശേഷം റുഹാനി പറഞ്ഞു. ആത്മാർത്ഥമായും വിശ്വാസത്തോടും കൂടിയുമാണ് തങ്ങളെ അധികൃതർ സേവിക്കുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവണമെന്നും റുഹാനി പറഞ്ഞു. വിമാനം വെടിവെച്ചിട്ട സംഭവത്തിൽ സൈന്യം മാപ്പ് പറയണമെന്നും സംഭവം ജനങ്ങൾക്ക് മുന്നിൽ വിശദമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.